നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഇടവിട്ടിട്ടുള്ള വേനൽ മഴ, ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം. പാലക്കാടിനെ ദേശീയ വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണം നൽകി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പൊതുതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പ്ലാറ്റ്ഫോം നമ്പർ 3-ലുള്ള ശൗചാലയത്തിന് സമീപത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3.5 കിലോ കഞ്ചാവ് പിടികൂടി. പിടികൂടിയ കഞ്ചാവിന് 1.25 ലക്ഷത്തോളം രൂപ വില വരും. സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ A ജിജിപോൾ, പാലക്കാട് RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം SA AP അജിത് അശോക് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളിൽ ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഹെഡ് കോൺസ്റ്റബിൾമാരായ N അശോക്, അജീഷ് OK, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P അജിത് കുമാർ, പ്രിവന്റീവ് ഓഫീസർ രാകേഷ് J, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ M രഞ്ജു, സംഗീത KC എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇടവിട്ടിട്ടുള്ള വേനൽ മഴ, ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം. ഇടവിട്ടിട്ടുള്ള വേനൽ മഴയിൽ കൊതുക് പെരുകുന്ന പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനിക്ക് സാധ്യതയേറെയെന്നും മുൻകരുതലെടുക്കണമെന്നും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ തുടങ്ങിയ കൊതുക് ജന്യ രോഗങ്ങളെയും ഇതുവഴി പ്രതിരോധിക്കാം. ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ ക്യാമ്പയിനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും തുടരുകയാണ്. പനിയോടൊപ്പം തലവേദന, കണ്ണിന് പുറകിൽ വേദന, പേശിവേദന, സന്ധിവേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ. ശരീരത്തിൽ ചുവന്നു തടിച്ച പാടുകൾക്കും സാധ്യതയുണ്ട്. സ്വയം ചികിത്സ പാടില്ല. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുള്ളതിനാൽ ചികിത്സ തേടണം. പനി മാറിയാലും 4 ദിവസം സമ്പൂർണ്ണ വിശ്രമമാകാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങി പാനീയങ്ങൾ ഉപയോഗിക്കാം. വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുകു വലയ്ക്കുള്ളിലാകണം. ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധയുണ്ടായാൽ അപകടമാണ്. വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, വലിച്ചെറിയുന്ന ചിരട്ടകൾ, പൊട്ടിയ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഫ്രിഡ്ജിന്റെ അടിഭാഗത്തെ ഡ്രേ, മണി പ്ലാന്റുകൾ, ചെടികളുടെ അടിയിൽ വെച്ചിരിക്കുന്ന ഡ്രേ, വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന ടയറുകൾ, വിറകും മറ്റും നനയാതെ മൂടിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ടാർപോളിംഗ്, റബ്ബർ പാൽ സംഭരിക്കുന്ന ചിരട്ടകൾ, കമുകിൻ പാളകൾ, നിർമ്മാണ സ്ഥലങ്ങളിലെ ടാങ്കുകൾ, വീടിന്റെ ടെറസ്, സൺഷെയ്ഡ്, മഴവെള്ളപ്പാത്തികൾ എന്നിവിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം തുടങ്ങിയ ഉറവിടങ്ങൾക്ക് ഇട നൽകരുത്. ഞായറാഴ്ചകളിൽ വീടുകളിലും വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും DMO അറിയിച്ചു. ഗ്രീൻഫീൽഡ് പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പാലക്കാടിനെ ദേശീയപാത വികസനത്തിന്റെ ഹബ്ബായി മാറുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. 10 വർഷം മുമ്പ് ജില്ലയിലുണ്ടായിരുന്ന വലിയ പദ്ധതികളും ഇപ്പോഴത്തെ സ്ഥിതിയും താരതമ്യം ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ ഡിഫൻസ് പാർക്ക്, IIT, മെഗാ ഫുഡ് പാർക്ക്, ദേശീയപാത വികസനം, അമൃത് പദ്ധതി, ജൽജീവൻ മിഷൻ വഴി ശുദ്ധജലം എത്തിക്കൽ, ഗ്രീൻഫീൽഡ് ഹൈവേ, അമൃത് സ്റ്റേഷനുകളുടെ നവീകരണം, ഷൊർണൂർ ജംഗ്ഷൻ വികസനം, ഏറ്റവും ഒടുവിൽ 60 കോടി രൂപയുടെ പാലക്കാട് റെയിൽവേ പീറ്റ് ലൈൻ പദ്ധതി എന്നിവയാണ് പ്രധാനം. 10 വർഷത്തിനിടെ പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 10,000 കോടി രൂപയുടെ വികസന പദ്ധതി ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ PC ജോർജ്, മേജർ രവി, പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, മധ്യമേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയെ കാണാനും കേൾക്കാനും പ്രവർത്തകരും നേതാക്കളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലെ വേദിയിൽ കടുത്ത ചൂടിലും നേരത്തെ എത്തി ഇരിപ്പിടം പിടിച്ചു. PC ജോർജും പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി കൂടിയായ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറും സംസ്ഥാന ട്രഷറർ E കൃഷ്ണൻദാസും വൈസ് പ്രസിഡന്റ് മേജർ രവിയും ഉൾപ്പെടെ വേദിയിൽ നേതാക്കളുടെ നീണ്ട നിര. നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങളും വികസനക്ഷേമ പദ്ധതികളും അക്കമിട്ട് നിരത്തിയായിരുന്നു എല്ലാവരുടെയും പ്രസംഗം. കോൺഗ്രസിനെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രസംഗങ്ങൾ മുന്നോട്ട്. ചൂടിനെ അവഗണിച്ചെത്തിയ പ്രവർത്തകരെ പ്രശംസിക്കാനും നേതാക്കൾ പിശുക്കുകാട്ടിയില്ല. LDF പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി A വിജയരാഘവന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണം നൽകി. പിരായിരി കൃഷ്ണ റോഡിൽ ബൈക്ക് റാലിയോടെയായിരുന്നു പര്യടന തുടക്കം. തുടർന്ന് ചുവന്ന കൊടി കെട്ടിയ ബൈക്കുകളുടെ അകമ്പടിയോടെ എത്തിയ സ്ഥാനാർത്ഥിക്ക്
ഇരുപ്പക്കാട് മിന്നും സ്വീകരണം നൽകി. കുറിച്ചാങ്കുളത്ത് ശേഷം പൊടിപ്പാറയിലെത്തിയ സ്ഥാനാർത്ഥിയെ സ്ത്രീകളും കുട്ടികളും പൊന്നാടണീച്ചും പടക്കം പൊട്ടിച്ചും വരവേറ്റു. ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കോടെ ബിരുദം കരസ്ഥമാക്കിയ കല്ലേക്കാട് സ്വദേശിനി CH അപർണയെ അനുമോദിച്ചു. പൂടൂരിൽ ഒലവക്കോട് കോപ്പറേറ്റീവ് ബികോം വിദ്യാർത്ഥി ശ്രുതി വരച്ച വിജയരാഘവന്റെ പെൻസിൽ ചിത്രം സമ്മാനിച്ചു. മാത്തൂർ പഞ്ചായത്തിലെ ആലാംതോട്, ബംഗ്ലാവ് സ്കൂൾ, വെമ്പ്രാക്കോട് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് വരവേൽപ്പ് നൽകി. വടക്കുംമുറിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വാഴക്കുല നൽകി. ആവേശം അലയടിച്ച സന്ധിയിൽ വാദ്യാഘോഷങ്ങളുടെയും ഈക്കുലാവ് വിളികളുടെയും അകമ്പടിയോടെ പറക്കുന്നതാണ് പര്യടനം സമാപിച്ചത്. LDF നേതാക്കളായ NN കൃഷ്ണദാസ്, K കൃഷ്ണൻകുട്ടി, TK നൌഷാദ്, K ബിനുമോൾ, CP പ്രമോദ്, V മനോജ്, M വിപിൻദാസ്, M ദിലീപ്, മുരളി താരേക്കാട്, A രാമസ്വാമി, V സുരേഷ്, AK ചന്ദ്രൻകുട്ടി, R ഉദയകുമാർ, ലെനിൻ, അജിത് സക്രിയ, അബ്ദുൾ ഷുക്കൂർ, PR സുധീഷ്, സുധീർ നെല്ലിശ്ശേരി തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പാലക്കാട് നഗരത്തിലെ പട്ടിക്കര അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകി. കാപ്പ നിയമം 4 പേർക്കെതിരെ നടപടി. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമനപ്രകാരം ജില്ലയിൽ 4 പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. ഷൊർണൂർ കൈലിയാട് മണികണ്ഠൻ 52, അയലൂർ കൈപ്പഞ്ചേരിയിൽ നിമേഷ് 27 എന്നിവരെ വിയ്യൂർ ജയിലിൽ തടങ്കിലാക്കി. ചാഴിയാട്ടരി തെക്കേക്കര ശ്രീരാഗ് 23, രാഹുൽ 28 എന്നിവർക്ക് 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് സമർപ്പിച്ച ശുപാർശയിൽ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് കരുതൽ തടങ്കിലുള്ള നടപടി സ്വീകരിച്ചത്. തൃശൂർ റേഞ്ച് പോലീസ് DIG S അജിത ബീഗമാണ് 2 പേർക്ക് ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. ജില്ലയിലെ അഗളി, തൃത്താല, ചാലിശ്ശേരി, ചെർപ്പളശ്ശേരി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മണികണ്ഠൻ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീരാഗും രാഹുലും. വല്ലിങ്ങിയിൽ നടന്ന കവർച്ച കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് നിമേഷിന്റെ പേരിൽ കാപ്പ ചുമത്തിയത്. കർണാടകയിലെ യെല്ലാപൂര പോലീസ് സ്റ്റേഷനിലെ കൂട്ടക്കവർച്ച കേസിൽ ഉൾപ്പെടെ അന്തർ സംസ്ഥാന കുറ്റവാളിയാണ് ഇയാളെന്നും പോലീസ് അറിയിച്ചു. അസംഘടിത തൊഴിലാളികൾക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്ക് തൊഴിലാളികൾ അടയ്ക്കുന്ന അംശദായ തുകയ്ക്ക് ആനുപാതികമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകണമെന്ന് ആവശ്യം. അസംഘടിത തൊഴിലാളി സംഘം ജില്ലാ വാർഷിക സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. സമ്മേളനം കേരള പ്രദേശ് അസംഘടിത തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R കണ്ണൻ അധ്യക്ഷനായി. BMS ജില്ലാ സെക്രട്ടറി K രാജേഷ്, ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, P വിജയൻ, ശിവൻ മാങ്കുർശി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ ശശി ചോറട്ടൂർ, പ്രസിഡന്റ് M ഗിരീഷ്, ജനറൽ സെക്രട്ടറി R ഗിരീഷ് കുമാർ ഗജാൻജി. ഇടവേള. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും 1 മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കത്തുന്ന വേനലിൽ കുളിർമയേകി സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ വേനൽ ചൂടിൽ നിന്നും ആശ്വാസം തേടിയെത്തുന്നവരുടെ തിരക്ക്. ചൂടേറിയ കാലാവസ്ഥയിൽ നിന്ന് കാടിന്റെ കുളിരും കാഴ്ചകളും ആസ്വദിക്കുന്നതിനാണ് സന്ദർശകരേറെയും എത്തുന്നത്. വിദേശ സഞ്ചാരികളുടെ വരവും കൂടിയിട്ടുണ്ട്. 2023 മാർച്ച് മുതൽ ഡിസംബർ 2024 ഏപ്രിൽ വരെ 36,730 സന്ദർശകരാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ 1055 വിദ്യാർത്ഥികളും 86 വിദേശികളും ഉൾപ്പെടും. കഴിഞ്ഞ വർഷം മാത്രം 29,730 പേർ ദേശീയോദ്യാനം സന്ദർശിച്ചു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 3000, ഫെബ്രുവരിയിൽ 2300, മാർച്ചിൽ 1700 എന്നിങ്ങനെ സന്ദർശകരുമെത്തി. പ്രതിദിനം 100-ലധികം പേരെത്തുന്നതായി അധികൃതർ പറഞ്ഞു. 2018-19 പ്രളയകാലത്ത് റോഡ് തകർന്നത് മൂലം സന്ദർശകരുടെ യാത്രയ്ക്ക് അനുമതിയുണ്ടായിരുന്നില്ല. കോവിഡ് കാലത്തും റോഡ് നവീകരണ സമയത്തും സൈലന്റ് വാലി അടച്ചിട്ടിരുന്നു. ഇതിനിടെ 11.58 കോടി രൂപയുടെ നവീകരണം നടത്തി. തൂക്കുപാലത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയാകാനുള്ളത്. കഴിഞ്ഞ വർഷമാണ് ഉദ്യാനം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. കളഞ്ഞുകിട്ടിയ പണവും രേഖകളും തിരിച്ചു നൽകി ചുമട്ടുതൊഴിലാളികൾ.
ചാലിശ്ശേരി മെയിൻ റോഡിലെ ബസ് സ്റ്റോപ്പിനടുത്ത് നിന്നാണ് ചാലിശ്ശേരിയിലെ ചുമട്ടുതൊഴിലാളികൾക്ക് 12,000 രൂപയും ഏതാനും രേഖകളും അടങ്ങിയ പൾസ് കിട്ടിയത്. ഉടൻ തന്നെ പൾസ് ചുമട്ടുതൊഴിലാളികളായ സന്തോഷ്, സുന്ദരൻ എന്നിവർ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഹോട്ടൽ തൊഴിലാളിയായ ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി വിശ്വനാഥിന്റേതാണെന്ന് മനസ്സിലായത്. വിശ്വനാഥിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് പണം തിരിച്ചു നൽകി. വിശ്വനാഥൻ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കരുതിയ പണമാണ് നഷ്ടപ്പെട്ടത്. തിരിച്ചേൽപ്പിച്ച തൊഴിലാളികളോട് വിശ്വനാഥൻ നന്ദി പറയുകയും ചെയ്തു. ആലത്തൂർ താലൂക്ക് ആശുപത്രി രോഗികൾക്ക് വെയിൽ കൊള്ളാതെ നിൽക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ആലത്തൂർ താലൂക്ക് ആശുപത്രി രോഗികൾക്ക് വെയിൽ കൊള്ളാതെ നിൽക്കാൻ സംവിധാനമൊരുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു അറിയിച്ചു. ഡോക്ടർ ഇല്ലാത്തതും കനത്ത വെയിലും കാരണം രോഗികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അധികാരികളെ അറിയിച്ചതിനെ തുടർന്നാണ് സ്വത്തര നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി ഭരണ ചുമതല വഹിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഡോക്ടർമാരുടെ കുറവ് വളരെ കാലമായി നിലനിൽക്കുന്നു. ജനറൽ OP വിഭാഗത്തിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത്. ആ വിഭാഗത്തിൽ അനുവദിച്ച തസ്തിക 8 ആണ്. ആ 8 പേരെയും നിയോഗിച്ചാൽ തീരാവുന്നതാണ് പ്രശ്നം. 119 വർഷം പഴക്കമുള്ളതാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രി. പാവപ്പെട്ടവരും തൊഴിലാളികളും അധിവസിക്കുന്ന മലയോര കാർഷിക ഗ്രാമീണ മേഖലയാണ് 16 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്ന ആലത്തൂർ താലൂക്ക്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി A. വിജയരാഘവനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കരിമ്പ പഞ്ചായത്ത് റാലി കല്ലടി ദീപ ജംഗ്ഷനിൽ നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുത്വ ഫാസിസം വെറുപ്പ് പടർത്തുകയാണ് ഹിന്ദുത്വവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് ഹിന്ദുമതമായോ വിശ്വാസമായോ യാതൊരു ബന്ധവുമില്ല. മതനിരപേക്ഷയെ തകർക്കുന്ന ബുൾഡോസർ രാഷ്ട്രീയമാണ് അവരുടേത്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ഇത് നശിപ്പിക്കാൻ അനുവദിക്കരുത്, ബൃന്ദ കാരാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രസംഗം മനോഹരമായി പരിഭാഷപ്പെടുത്തിയ മണ്ഡലം സെക്രട്ടറി PA ഗോകുൽദാസിനെ ബൃന്ദ അഭിനന്ദിച്ച് സംസാരിച്ചു. MLA K. ശാന്തകുമാരി, NK നാരായണൻ, P. ശിവദാസൻ, UT രാമകൃഷ്ണൻ, രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, KC റിയാസുദ്ദീൻ, പ്രവീൺ പട്ടുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി ബാബു ഒലിപ്രം അവതരിപ്പിച്ച ഏകപാത്ര നാടകീയാവതരണവും ഉണ്ടായി. ഇടവേള. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കളഞ്ഞു കിട്ടിയ 5.5 പവൻ മാല തിരിച്ചു നൽകി മാതൃകയായി പച്ചക്കറി വ്യാപാരി. നെന്മാറ കോതകുളത്ത് സമീപത്തുള്ള AMB പച്ചക്കറി വ്യാപാരി സെയ്ദ് മുഹമ്മദാണ് കളഞ്ഞു കിട്ടിയ 5.5 പവൻ സ്വർണ്ണമാല ഉടമസ്ഥയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30ഓടെയാണ് പച്ചക്കറി കടയ്ക്ക് മുമ്പിൽ റോഡിൽ നിന്നും സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയത്. നഷ്ടപ്പെട്ട മാല അന്വേഷിച്ച് ആരും എത്താത്തതിനെ തുടർന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ മാല ഏൽപ്പിക്കുകയായിരുന്നു സയ്യിദ് മുഹമ്മദ്. ഇതിനിടെ മാല നഷ്ടപ്പെട്ട കൈപ്പഞ്ചേരി ഇടിയും പൊറ്റശ്ശേരി പ്രതീഷിന്റെ ഭാര്യ അശ്വതി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. മാല നഷ്ടപ്പെട്ട സ്ഥലം വ്യക്തമായി അറിയാത്തതിനെ തുടർന്ന് വഴിയിൽ അന്വേഷിക്കാനും കഴിഞ്ഞിരുന്നില്ല. പച്ചക്കറി വ്യാപാരി മാല പോലീസിൽ ഏൽപ്പിച്ചതോടെ പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പോലീസ് സാന്നിധ്യത്തിൽ സ്വർണ്ണമാല തിരിച്ചു നൽകി. സത്യസന്ധതയ്ക്ക് മാതൃകയായ പച്ചക്കറി വ്യാപാരിയെ പോലീസ് പ്രശംസിച്ചു. മഹിളാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹിളാ സംഗമം സംഘടിപ്പിച്ചു. A. വിജയരാഘവന് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹിളാ സംഗമം നടത്തി. ചലച്ചിത്ര സീരിയൽ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. K. ബിന്ദു അധ്യക്ഷയായി. K. മാലിനി, A. രതിക, P. ശ്രീജ, രാധ ടീച്ചർ, P. മുസ്തഫ, V. അബ്ദുൾ സലീം, K. രവികുമാർ, വിജയലക്ഷ്മി, സയ്യിദ് തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സീറ്റ് സംവരണം നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ.
ശാരീരിക വൈകല്യമുള്ള കുട്ടികൾക്ക് സീറ്റ് സംവരണം, ഫീസ് സൗജന്യവും ആവശ്യപ്പെട്ട് മലപ്പുറം കക്കാട് GMUP സ്കൂൾ വിദ്യാർത്ഥി ഫാത്തിമ സനയ്യ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലാണ് നടപടി. സർക്കുലറിന്റെ കോപ്പി വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്ക് അയച്ചു. ബസ് ഫീസ് നിർണയം സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശാരീരിക വൈകല്യമുള്ള, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാനുഷിക പരിഗണനയുടെ പേരിൽ ഇളവ് ലഭ്യമാക്കാൻ നടപടിയെടുക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശമുണ്ട്. കാഞ്ഞിരത്ത് സംഘടിപ്പിച്ച NDA പൊതുയോഗം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. കരിമ്പ മണ്ഡലം പ്രസിഡന്റ് P ജയരാജ് അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി രവി അടിയത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ A സുകുമാരൻ, MP ശ്രീകുമാർ, അജി പ്രസാദ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനൂപ് T, ഗോപാലകൃഷ്ണൻ, P മനോജ്, സ്നേഹ രാമകൃഷ്ണൻ, രവി തെക്കുംപുറം തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരിപ്പാതയിലെ വടക്കഞ്ചേരി മേൽപ്പാലം 5 സ്ഥലങ്ങളിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന 3 വരിപ്പാലം പൂർണ്ണമായും അടച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ ഉരുക്കുപാളി ഘടിച്ച ഭാഗം പൊളിച്ചു നീക്കിയാണ് നിർമ്മാണം നടത്തുന്നത്. ചിലയിടങ്ങളിൽ റോഡിന് വിള്ളലും വീണിട്ടുണ്ട്. പാലത്തിന്റെ 2 ബീമുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദത്തിൽ കുലുക്കം അനുഭവപ്പെട്ടതോടെയാണ് പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം നിരോധിച്ച് കഴിഞ്ഞ ദിവസം ബലപ്പെടുത്തൽ തുടങ്ങിയിരിക്കുന്നത്. 420 മീറ്റർ നീളമുള്ള പാലത്തിൽ ഇരുഭാഗത്തുമായി 55 സ്ഥലങ്ങളിൽ നിർമ്മാണ പാളിച്ച മൂലം ടാറിംഗ് കുത്തനെ പൊളിച്ച് വീണ്ടും ബലപ്പെടുത്തി ടാറിംഗ് നടത്തിയിരുന്നു. പാലത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് വിദഗ്ധ സമിതി അന്വേഷണ സംഘം നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അട്ടപ്പാടിയിൽ പര്യടനവുമായി A വിജയരാഘവൻ. പാലക്കാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ അട്ടപ്പാടിയിൽ പര്യടനം നടത്തി. രാവിലെ 9 മണിയോടെ ആനക്കട്ടിയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. കുലുക്കൂർ, കടപ്പാറ, വരികമ്പാടി, ഷോളയൂർ, കോഴിക്കൂടം, പെട്ടിക്കൽ, ചുണ്ടക്കുളം, ചിറ്റൂർ, നെല്ലിപ്പതി, കതിരമ്പതി, ഗുടയൂർ, പാരറ, ജല്ലിപ്പാറ, ഒമ്മല, ഓടപ്പട്ടി, പാക്കുളം, താവളം, പരപ്പന്തറ, നരസിമുക്ക്, കുന്നഞ്ചാള, കാവുണ്ടിക്കൽ, ധോണികുണ്ട്, നക്കുപ്പതിയൂര്, ബൂതിവഴി, അകളി എന്നിവിടങ്ങളുടെ പര്യടനത്തിന് ശേഷം ഗൂളിക്കടവിൽ സമാപിച്ചു. ക്യാമറയിലെ നിയമലംഘനം നോട്ടീസ് അയക്കാൻ കാലതാമസം നിയമലംഘനം സാധൂകരിക്കാൻ കാരണമല്ലെന്ന് MVD. ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ പിഴ നോട്ടീസ് അയക്കുന്ന കാര്യത്തിൽ കാലതാമസമുണ്ടെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. നോട്ടീസ് ലഭിക്കാൻ വൈകിയെന്ന കാരണത്താൽ നിയമലംഘനം സാധൂകരിക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ കൃത്യമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള നോട്ടീസ് ലഭിക്കാൻ വൈകിയതിനാൽ ഭീമമായ പിഴത്തുക അടയ്ക്കേണ്ടി വന്നുവെന്ന പരാതിയിൽ ദൃശ്യമാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോഴിക്കോട് RTO റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K ബൈജുനാഥ് കേസ് തീർപ്പാക്കി. 2023 ജൂൺ ആദ്യം മുതലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങിയത്. ഗതാഗത മന്ത്രാലയം പുറത്തുവിട്ട കണക്കനുസരിച്ച് ആദ്യ ദിനം 28,891 നിയമലംഘനങ്ങളായിരുന്നു ക്യാമറ കണ്ണിൽ കുടുങ്ങിയത്. ക്യാമറ ഉദ്ഘാടനം കഴിഞ്ഞ കാലഘട്ടത്തിൽ 2.8 ലക്ഷം നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നത് 28,891 കുറഞ്ഞത്
ശുഭസൂചനയാണെന്നായിരുന്നു ഗതാഗത മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ട്രാഫിക് നിയമലംഘനങ്ങൾ തടയുന്നതിനായി കേരളത്തിലെ നിരത്തുകളിൽ 726 AI ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 225 കോടി മുടക്കി 675 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളും ട്രാഫിക് സിഗ്നൽ ലംഘനം, അനധികൃത പാർക്കിംഗ് എന്നിവ കണ്ടെത്താനുള്ള ക്യാമറകളും അടക്കം ആകെ 726 ക്യാമറകളാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്ഥാപിച്ചത്. അമിതവേഗം, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹന യാത്ര, അമിതഭാരം, ഇൻഷുറൻസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ്, ഡ്രൈവ് ചെയ്യുന്നതിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, അനധികൃത പാർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പിഴ ഈടാക്കും. ഏതൊക്കെ ക്യാമറകളുടെ പരിധിയിൽ എത്തുന്നോ അവയിൽ നിന്നൊക്കെ പിഴ വരും. ഹെൽമെറ്റ് ഉപയോഗിക്കാതെയുള്ള ഇരുചക്ര വാഹന യാത്രയാണ് ക്യാമറ കൂടുതലായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ പിറകിൽ ഇരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെക്കാത്ത കേസുകളാണ് ഏറെ. കേരളത്തിലെ 8 മണ്ഡലങ്ങളിലെ ബൂത്തുകളിലെ വെബ്കാസ്റ്റിംഗ് തെരഞ്ഞെടുപ്പ് തത്സമയം കാണാം. സുരക്ഷാ കാര്യങ്ങളുടെ ഭാഗമായി കേരളത്തിലെ 8 മണ്ഡലങ്ങളുടെ വോട്ടെടുപ്പ് നടപടികൾ പൂർണ്ണമായി ചിത്രീകരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ചിത്രീകരിക്കുക. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF നൽകിയ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വതന്ത്രവും സുതാര്യവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാ ഒരുക്കങ്ങളും വടകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അതിനാൽ ഹർജി അനുവദിക്കരുതെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് പ്രശ്നത്തിൽ തീർപ്പാക്കിയതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. സ്വതന്ത്രവും സുതാര്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ എല്ലാ ഒരുക്കങ്ങളും കമ്മീഷൻ നടപ്പാക്കി. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും മേൽനോട്ടത്തിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിരീക്ഷകരായി നിയോഗിച്ചിട്ടുണ്ട്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ അവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും കമ്മീഷൻ പറയുന്നു. 26-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അന്തിമ നിമിഷത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് മുഴുവൻ കാര്യങ്ങളും താറുമാറാക്കും. ഈ സാഹചര്യത്തിൽ ഹർജി അനുവദിക്കരുതെന്നും കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു. മരിച്ചുപോയവരുടെയും വിദേശത്തും മറ്റും സ്ഥലങ്ങളുള്ളവരുടെയും പേരുകളിൽ മുൻ വർഷങ്ങളിൽ CPM കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് K പ്രവീൺ കുമാർ നൽകിയ ഹർജിയിൽ ആരോപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ഇടവിട്ടിട്ടുള്ള വേനൽ മഴ, ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം. പാലക്കാടിനെ ദേശീയ വികസനത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്വീകരണം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.